നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കും 20 വർഷം തടവും 50,000 രൂപ വീതം പിഴയും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി എം വർഗീസാണ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. പിഴത്തുക അതിജീവിതയ്ക്ക് കൈമാറണമെന്നും പ്രതികൾ വിചാരണ തടവ് കുറച്ച ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്നും ഉത്തരവിലുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ എല്ലാ പ്രതികൾക്കും 20 വർഷം തടവും 50,000 പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. കേസിലെ 1-ാം പ്രതി പൾസർ സുനി, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി ബി മണികണ്ഠൻ, 4-ാം പ്രതി വി.പി. വിജേഷ്, 5ഉം 6ഉം പ്രതികളായ എച്ച്. സലീം, പ്രദീപ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. 8 വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കും വിചാരണ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 306D കൂട്ടബലാത്സംഗം, IPC 366 സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകൽ, IPC 342 അന്യായമായി തടങ്കലിൽ വയ്ക്കൽ, IPC 354A സ്ത്രീയെ നഗ്നയാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയുള്ള കുറ്റകൃത്യം, IPC 357 ക്രിമിനൽ ബലപ്രയോഗം. ഇതിനു പുറമെ IT നിയമപ്രകാരമുള്ള കുറ്റങ്ങളും പ്രതികൾക്കെതിരെ തെളിഞ്ഞിരുന്നു. കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ പ്രതികൾ വിചാരണ കാലയളവിലും ജയിൽവാസം അനുഭവിച്ചിരുന്നു. പൾസർ സുനി 7 വർഷവും മാർട്ടിൻ ആന്റണി 7 വർഷവും, മണികണ്ഠൻ 3.5 വർഷം, വിജീഷ് VP 3.5 വർഷം, വടിവാൾ സലീം 2 വർഷം, പ്രദീപ് 2 വർഷവുമാണ് ശിക്ഷ അനുഭവിച്ചത്. ശിക്ഷ സംബന്ധിച്ച് പ്രതികൾക്ക് പറയാനുള്ളത് കോടതി ആദ്യം കേട്ടിരുന്നു. തുടർന്ന് പ്രോസിക്യൂഷനും പ്രതിഭാഗവും ശിക്ഷ സംബന്ധിച്ച് വാദം നടത്തി. ഇതിനുശേഷമാണ് ശിക്ഷാപ്രഖ്യാപനം നടന്നത്. ജീവപര്യന്തം ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യങ്ങളായിരുന്നു 6 പ്രതികൾക്കുമെതിരെ തെളിഞ്ഞിരുന്നത്. കേസിൽ 8-ാം പ്രതിയായിരുന്ന ദിലീപിനെ കഴിഞ്ഞ ദിവസം കോടതി വെറുതെ വിട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.